കൂട്ടുകാരെ നമസ്കാരം. ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചിക്കൻ കബാബാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് കാണുന്നവർ ഫോളോ ചെയ്യാനും മറക്കരുത്. പഴയ ഒരുപാട് വീഡിയോകളുണ്ട്, അതൊക്കെ കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചിക്കൻ കബാബ് തയ്യാറാക്കുവാനായി ബോൺലെസ് ചെയ്ത പീസാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ചിക്കൻ ചെറിയ പീസുകളാക്കി നന്നായി വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ കബാബിന് ആവശ്യമുള്ള മസാലകളെല്ലാം ഇട്ടുകൊടുക്കാം. ആദ്യം മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾ പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, ചെറിയ ജീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ, ഗരം മസാല പൗഡർ 1/2 ടീസ്പൂൺ, കസൂരി മേത്തി പൗഡർ 1/2 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, തൈര് 2 ടേബിൾ സ്പൂൺ, കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ, ചാട്ട് മസാല 1/2 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു പകുതി നാരങ്ങയുടെ നീര്. ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിക്കത്തക്ക വിധത്തിൽ നമുക്കിത് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഏകദേശം 1 മണിക്കൂറോളം സമയം ഇത് നമുക്ക് അടച്ചു വെച്ചാൽ നന്നായിരിക്കും. ഇനിയും ചിക്കൻ കബാബ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ഫ്രൈങ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് എടുക്കുവാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഫ്രൈ ചെയ്യുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ചിക്കൻ ഓരോ പീസുകളായി ഇട്ട് കൊടുക്കാം. നമ്മളിതിൽ കോൺഫ്ലോർ ചേർത്തിട്ടുള്ളത് കൊണ്ട് ചിക്കൻ ഒരുമിച്ചിടുമ്പോൾ ഇത് ഒട്ടിപ്പോകുവാനായിട്ട് സാധ്യതയുണ്ട്. അതിനാൽ ഓരോരോ പീസുകളായിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഗ്യാസ് സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളിത് ഫ്രൈ ചെയ്യുന്നത്. റെസ്റ്റോറൻറ്റുകളിലൊക്കെ കബാബ് ഫ്രൈ ചെയ്യുമ്പോൾ റെഡ് കളർ യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ ഞാനിവിടെ അത് യൂസ് ചെയ്യുന്നില്ല. അത് താല്പര്യമുള്ളവർക്ക് മാത്രം യൂസ് ചെയ്യാം. ഒരു സൈഡിൽ കളർ ചെറുതായി മാറി തുടങ്ങുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ കളർ നിൽക്കുന്നത് പോലെ നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാം. മാറിനേറ്റ് ചെയ്ത് 1 മണിക്കൂറിന് ശേഷമാണ് ഞാനിവിടെ ഫ്രൈ ചെയ്യുന്നത്. എന്നാൽ ഇത് ഏകദേശം ഒരു രാത്രി അല്ലെങ്കിൽ ഒരു 8 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. നമുക്കത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാവുന്നതുമാണ്. നമ്മൾ ഇത് ഇളക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ കോട്ടിങ് പോവാതെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കബാബ് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ ഈ സമയത്ത് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കബാബിൽ കറിവേപ്പില ഇടണോ എന്നൊക്കെ പലർക്കും സംശയം തോന്നാം. എന്നാൽ ഒരു കളർഫുള്ളിന് വേണ്ടി നല്ലൊരു പച്ചപ്പ് കളറൊക്കെ അതിൽ കിട്ടുവാൻ വേണ്ടി ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ചിക്കൻ കബാബ് റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കുകയാണ്. എണ്ണയിൽ നിന്നും കോരി ഒരു സ്റ്റെയിനറിലേക്ക് എടുക്കുന്നു. ഇപ്പോൾ അടിപൊളി ചിക്കൻ കബാബ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ചിക്കൻ കബാബിന് മുകളിൽ ഇതുപോലെ കുറച്ച് ചാട്ട് മസാല വിതറിക്കൊടുക്കുന്നത് കബാബിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ വളരെ എളുപ്പം തന്നെ നമുക്ക് നമ്മുടെ വീടുകളിൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി വിഭവമാണ് ചിക്കൻ കബാബ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.